ഹായ്. അപ്പോൾ ഇന്നത്തെ വർക്കിന് വേണ്ടത് ഈ ഒരു ബീഡാണ് കേട്ടോ, വൈറ്റ് ബീഡ്. ഈ വൈറ്റ് ബീഡ് വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് എടുക്കാം. അതിൻ്റെ കൂടെ വേണ്ട ഒരു സാധനം ഇയറിംഗ് ഹൂക്കാണ്. ഓക്കെ, അടുത്ത വേണ്ടത് ഗിയർ വയറാണ്. ഇത്രയേ വേണ്ടൂ. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓടി വന്നോ, എടുത്തിട്ട് ഓടി വന്നോ കേട്ടോ. അപ്പോൾ ഗിയർ വയർ ഇല്ല എങ്കിൽ ത്രെഡായാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ കോപ്പർ വയർ. അപ്പം ഞാൻ ഗിയർ വയർ എന്ന് പറഞ്ഞ് അതങ്ങ് ശീലമായി. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുത്ത മെറ്റീരിയൽ കാണിച്ചു തന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചോ. വേഗം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേഗം എടുത്ത് വെച്ചോ. എന്നിട്ട് നമുക്ക് അടിപൊളി കമ്മൽ ചെയ്യാം. അപ്പോൾ കമ്മൽ ചെയ്യുന്നത് തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ബീഡ് കോർക്കാം. 4 ബീഡ് കോർക്കാം കേട്ടോ. ഇതേപോലെ 4 ബീഡ് കോർക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് ക്യാമറയിൽ ഒന്ന് പൊക്കി വെച്ചോട്ടെ. ഓക്കെ, കാണുന്നില്ലേ? എന്നിട്ട് ഇതിനെ നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം കേട്ടോ. നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബീഡിനെ ഓപ്പോസിറ്റായിട്ട് വെക്കാം. എന്നിട്ട് ഇപ്പുറത്തൊരു ത്രെഡ് വരില്ലേ, ഇങ്ങനെ കോർക്കാം. ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ കോർത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം 2 അറ്റത്തായിട്ടും ഓരോ ബീഡ് കോർക്കാം. ഇതേപോലെ ഓരോ ബീഡ് കോർക്കാം കേട്ടോ. 2ലും ഓരോന്നായിട്ട് കോർക്കാം. എന്നിട്ട് അടുത്ത ബീഡ് വന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് കോർത്ത് വെക്കാം. കണ്ടോ, ഇതേപോലെ കോർത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, കാണുന്നില്ലേ? അടുത്ത വന്നിട്ട് വീണ്ടും അതേപോലെ 2 അറ്റത്തുമായിട്ട് 2 വയറിലും ഓരോ ബീഡ് കോർക്കാം. എന്നിട്ട് ഒരു ബീഡ് ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ കോർക്കാം. ഇതേപോലെ കോർത്തതിന് ശേഷം അടുത്തത് വീണ്ടും ഇതേ മെത്തേഡ് ഒരു പ്രാവശ്യം കൂടെ ചെയ്യട്ടോ. ഇതേ മെത്തേഡ് ഫുള്ളായിട്ട് ചെയ്യേണ്ട. 2ലും ഓരോ ബീഡ് കോർക്കുക. എന്നിട്ട് അവിടെ നിർത്തി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ കോർത്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യുന്നവർ ഇതേപോലെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇത്രയും ആയതിനു ശേഷം ചെയ്യേണ്ട കാര്യം, ഇതിനെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇവിടെ പുറത്ത് നിൽക്കുന്ന നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ ബീഡില്ലേ, ആ ഒരു ബീഡിലൂടെ ഇതിനെ കോർക്കണം. 2ഉം കോർക്കണം, ഓപ്പോസിറ്റായിട്ട് കോർക്കണം കേട്ടോ. ഈ സൈഡിലുള്ളത് ഇപ്പുറത്തേക്കും ഈ സൈഡിലുള്ളത് ഇങ്ങോട്ടേക്കും കോർക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഈ ഒരു ഷേപ്പ് വന്നു. ഈ ഒരു ഷേപ്പ് നമ്മളിപ്പം ഇങ്ങനെയാണ് കോർത്ത് വന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗമില്ലേ, ഇതിനെയൊക്കെ ഒന്നാക്കി കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് വന്നത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വന്നു. ഇതിൻ്റെ ഈ ഒരു 2 ഭാഗമാണ് നമുക്ക് ഒന്നാക്കേണ്ടത് കേട്ടോ. കണ്ടോ, ഇവിടെ കണ്ടോ ഗ്യാപ്പ് കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഒരു വയറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൽ കോർക്കാം. ടൈറ്റ് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്തുള്ളത് കോർക്കാം. ടൈറ്റ് ചെയ്യാം.
വീണ്ടും ഇതേപോലെ അടുത്തുള്ള ബീഡിലേക്ക് കോർക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കറക്റ്റ് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ടൈറ്റ് ചെയ്യണം. കണ്ടോ, അതവിടെ സെറ്റായി. അതിനെ അവിടെ വെക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഓക്കെ, ഇങ്ങനെ വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലുള്ളതാ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യണോ? ഇങ്ങനെയാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് കേട്ടോ. ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പുറമേ വന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. 4 ബീഡിലും കോർത്തു. വീണ്ടും ഒരു റൗണ്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു റൗണ്ട് വീണ്ടും പോകണമെങ്കിൽ പോവാം. അടുത്ത വന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള വയറെടുത്തിട്ട് ഈ 4 ബീഡിലേക്കും പോവാം. ഒരു റൗണ്ടോ 2 റൗണ്ടോ പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബീഡിൽ കോർത്തു. അടുത്ത ബീഡ്, മൂന്നാമത്തെ ബീഡ്. എല്ലാം ആ ഒരു സൈഡിലുള്ള ബീഡ് തന്നെയാണ് കോർക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നാലാമത്തെ ബീഡ്, ഇനി നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ അടുത്ത് തന്നെ ഇതിനെ എത്തിക്കാം. അതിനെന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം, ഇതിനെ ഇങ്ങനെയും കൊണ്ടുപോകാം. ഓക്കെ, ഏത് ബീഡിലൂടെ കോർത്താലും കുഴപ്പമില്ല. എല്ലാത്തിനെയും 2 വയറിനെയും അടുത്തടുത്ത് എത്തിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തടുത്ത് എത്തിക്കാം. അപ്പോൾ ഇതിലേ വന്നു. അപ്പോൾ ഇവർ 2 പേരും അടുത്തെത്തി കേട്ടോ. അടുത്ത് എത്തിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ തന്നെ പിരിച്ചെടുക്കാം. ഇനി വന്നിട്ട് ഇതിനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അവിടെ ഒരു റൗണ്ട് ഒരു ഹൂക്ക് വരുന്ന രീതിയിൽ ചെയ്യട്ടോ. കണ്ടോ, ഇതേപോലെ വരും. ഇതേപോലെ വന്നതിന് ശേഷം ഈ ബാക്കി വരുന്ന വയറിനെ അടുത്തുള്ള ബീഡ്സിലേക്ക് കോർക്കാം. ഇതേപോലെ കോർത്തു. വീണ്ടും വേണമെങ്കിൽ അടുത്തുള്ള ബീഡിൽ കോർക്കാം. അപ്പോൾ ഈ 2 അറ്റവും ഞാൻ സെയിം ആക്കുന്നുണ്ട്. 2 അളവാണ്. അപ്പോൾ ഒന്ന് ഒരേപോലെ ആക്കി കേട്ടോ. എന്നിട്ട് അടുത്തുള്ള ഏതെങ്കിലും ബീഡിൽ വീണ്ടും കോർക്കാം. ഇതിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു വയറ് വെറുതെ കളയേണ്ടതെന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് കുറച്ചുകൂടി കോർക്കുന്നതേ ഉള്ളൂ. കോർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ഇത് ഒന്നുകൂടി സ്ട്രോങ് ആവില്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാണ്. ഇതിനിപ്പോൾ ഉള്ളിലേക്ക് കോർക്കാൻ പറ്റില്ല കേട്ടോ. പറ്റും, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുക്കണം. ഇവിടെ കട്ട് ചെയ്ത് അവസാനിപ്പിക്കാം. കണ്ടോ, ഇതേപോലെ ഈ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്.
ഇപ്പോഴല്ലേ കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ഈ ഒരു ഷേപ്പ് വന്നു. ഇനി വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ പിൻ എടുത്തിട്ട് ഇതാണ് കേട്ടോ, ഐ പിൻ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ബീഡ്, 1-2 ബീഡ് കോർക്കാം. ഓക്കെ, ഇതേപോലെ കോർക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഹൂക്കിലേക്ക് ഇതിനെ കോർക്കാം. ഓക്കെ, എന്നിട്ട് പ്രസ് ചെയ്യാം. ഈ ഒരു ഐ പിൻ ഇല്ലാതെ തന്നെ ഇവിടെ നമുക്ക് ഹൂക്ക് വെച്ചിട്ട്, ഇയറിംഗ് ഹൂക്ക് വെച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഇവിടെ ഇയറിംഗ് ഹൂക്ക് വെക്കുക, അവസാനിപ്പിക്കാം. ഇത് വന്നിട്ട് കുറച്ച് ലെങ്ത്തിൽ നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇവിടെ 2 ബീഡ് കോർത്തു. 2 ബീഡ് കോർത്തതിന് ശേഷം നമുക്ക് ഫോൾഡ് ചെയ്യാൻ ആവശ്യമായ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഫോൾഡ് ചെയ്ത് വെക്കുക. കംപ്ലീറ്റ് ഫോൾഡ് ചെയ്തിട്ട് മുമ്പേ ഈ ഒരു ഹൂക്ക് ഇതിൽ വെക്കുക. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു കമലായില്ലേ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വർക്ക് ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഐ പിന്ന് കോർക്കാം. ഇതാണ് കേട്ടോ ഐ പിന്ന്. കോർത്തിട്ട് 2 വൈറ്റ് ബീഡ് കോർക്കാം. അപ്പോൾ ഞാൻ ഒരു ബീഡ് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഈ ഒരു ബീഡ് കൂടെ കോർക്കാം. നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ട ഭാഗം ഒഴികെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല എത്ര കട്ട് ചെയ്യണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഫോൾഡ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ബാക്കോട്ടേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. ഇതിലേക്ക് ഹൂക്ക് വെക്കുക. ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞു കേട്ടോ. സിമ്പിളായിട്ടുള്ള നല്ല അടിപൊളി കമ്മലാണ്, വൈറ്റ് കമ്മൽ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട റൗണ്ട് ബീഡ് എടുത്തിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം വീഡിയോ എങ്ങനെയുണ്ട്, വർക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ. അപ്പം അതിന് മുമ്പേ പറയേണ്ട കാര്യം, ഹെയർ ബാൻഡ് ആവശ്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടായ ഫോളോ എബിലിറ്റീസ് എന്ന അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് ചെയ്യണം എന്നുണ്ട്, കുറച്ച് ബൾക്കായിട്ട് ഹെയർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടായ ഫോളോ എബിലിറ്റീസ്, ചാനലിൻ്റെ അതേ പേര് തന്നെയാണ്. ക്യാപിറ്റൽ ലെറ്റർ എഫ് വന്നിട്ട് ക്യാപിറ്റൽ ലെറ്റർ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററാണ്, സ്പേസ് ഇല്ല, എല്ലാം അടുത്തെടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ. അതാണ് ഇൻസ്റ്റ അക്കൗണ്ട് ഐ ഡി. ഓക്കെ, ആർക്കെങ്കിലും ഹെയർ ബാൻഡ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ അത്രയും തുക കയ്യിലില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കുക. അപ്പം നമ്മളെന്തെങ്കിലും ഓപ്ഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.